ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഭാവി വൈഫി. ഗുഡ് മോർണിംഗ് റാം. ഈ ഭാവി വൈഫ് എന്നുള്ള വിളിയൊക്കെ ആദ്യമായിട്ടാണല്ലോ. നീ എന്നെ സീത എന്ന് വിളിച്ചാ മതി. നീ എന്റെ പേര് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണ്. ഓക്കെ മൈ ഡിയർ സീത. റാം, എന്താണെന്നറിയില്ല, നിന്നെ എനിക്ക് വല്ലാതെ കാണാൻ തോന്നുന്നു സീത. പക്ഷെ എന്ത് ചെയ്യാനാ, കാണാൻ കഴിയില്ലല്ലോ നമുക്ക്. ചടങ്ങ് പ്രകാരം ഇപ്പൊ കാണാൻ കഴിയില്ല, പക്ഷേ വീഡിയോ കോൾ ചെയ്യാലോ. നീ ഇപ്പൊ കാണാൻ സുന്ദരിയാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഐ എം ആക്ച്വലി മിസ്സിംഗ് യു. ഐ റിയലി വാണ്ട് ടു സീ യു സീത. അപ്പോ അയ്യോ റാം, മേമ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം ചെല്ല് നീ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ മുത്തശ്ശൻ ക്ലാസ് എടുത്ത് തന്നെ കൊല്ലും. ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, സീ യു സൂൺ. ബൈ ബൈ. മിസ് യു. ബൈ. അപ്പോ ചടങ്ങ് തുടങ്ങാം എല്ലാവരും. ഏയ് കള്ള, എന്താ അവിടെ പരിപാടി? വെരി ഇമ്പോർട്ടന്റ് ബിസിനസ് കോൾ മേമ. ഓ, ഐ നോ യുവർ ബിസിനസ് കോൾ. നീ സീതയോട് സംസാരിക്കായിരുന്നു. നോ വേ. ഡാ നോക്ക്, ഇനി നീ സീതയെ കാണുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും കല്യാണ മണ്ഡപത്തിൽ നിന്ന് മാത്രം. മേമ, ദിസ് ഈസ് റിയലി നോട്ട് ഫെയർ മേമ. യാ മൈ ഡാർലിംഗ്, ലൈഫ് ഈസ് ഓൾസോ നോട്ട് ഫെയർ. ആ ഫോൺ പ്ലീസ് മേമ. ഫോൺ നീ തരുന്നുണ്ടോ ഇല്ലയോ? നോക്ക്, കല്യാണം വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ നിനക്ക്? ഒന്നും എനിക്ക് ഒരിക്കലും പറ്റില്ല മേമ. ആ ഫോണിങ് തന്നെ. സുഖമാണോ? അതെ മേമയുണ്ട്. അപ്പോ ഓ ആ പ്രിയമോളെ വാ. വന്നോളൂ. പ്രിയ, നീ വന്നതുകൊണ്ട് സിനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടും. വന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് നടക്കുകയായിരുന്നു. എവിടെ അവള് കണ്ടില്ലല്ലോ? അവളെവിടെയെങ്കിലും അടങ്ങി നിൽക്കുവോ? എല്ലായിടത്തും തുള്ളിച്ചാടി നടക്കുമല്ലേ? ശരിയാ, നിങ്ങള് റാമിന്റെ വീട്ടിലേക്ക് പോകുമെന്നാ കരുതിയത്. അവരുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ലേ? നിങ്ങളും കൂടി ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു ചടങ്ങായിട്ട് തോന്നില്ലായിരുന്നു. ഞാൻ എപ്പോഴും കല്യാണ പെണ്ണിന്റെ സൈഡാ. ഞാനും സീത എത്ര കാലമായിട്ടുള്ള ഫ്രണ്ട്സാ. അപ്പൊ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ബന്ധമൊക്കെ വലുതാ, പക്ഷെ ഫ്രണ്ട്ഷിപ്പ് അതിനേക്കാളും വലുതാ. അതുകൊണ്ട് അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടില്, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. എന്താ മോളെ സീത, ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്റെ മോളുടെ കല്യാണം സീതയാ മുന്നിൽ നിന്ന് നടത്തിയത്. അപ്പൊ സീതയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഞങ്ങൾ വരാതിരിക്കോ? അതാ ഇങ്ങോട്ട് തന്നെ വന്നേ. പിന്നെ അഞ്ജുവിന്റെ കാര്യം പറയണ്ടല്ലോ. അവളുടെ ചേട്ടനേക്കാളും ഇപ്പൊ ചേച്ചി അവൾക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവന്റെ കൂടെ റാമിന്റെ വീട്ടിലേക്ക് പോവാതെ ചേച്ചിയുടെ കൂടെ ഇവിടേക്ക് വന്നേ. അതെ, ഇന്നലെ രാത്രിയിലെ അവൻ വന്നിരുന്നു. എന്തിന്റെ കേടാ ചെറുക്കന്? ആരാ? നീ കറക്റ്റ് പറ. വേറെ ആരാ? ആ അലവലാതി രുദ്രപ്രതാപ്. ഞാൻ ഏതോ കള്ളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കുമ്പോ അവനാ. ആ നാറിയുടെ പേര് ഇവിടെ എന്തിനാ പറയുന്നേ? ഒന്നും മിണ്ടാതിരി. എന്തൊക്കെയാ അവൻ ചെയ്തത്? സീതയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയതല്ലേ. പേരും കള്ളനവൻ. അതൊക്കെ വിട്. ഇപ്പൊ ഇവിടെ ഒരു ശുഭകാര്യം നടക്കാൻ പോവല്ലേ? നീ ഒന്നും മിണ്ടാതിരി. നിനക്ക് രുദ്രപ്രതാപ് എന്ന് പേരുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? ഹായ് സിഹി, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ ഇന്ന്. ബേബി, അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലേ? ഫസ്റ്റ് ഹഗ് ചെയ്യേണ്ട അഞ്ജുരിയാണോ, എന്നെയല്ലേ? കാരണം ഇവര് അഞ്ചു ചേച്ചി, നീ പ്രിയല്ല, പ്രിയ ആന്റി. ബേബി, ഞാൻ എപ്പോഴും പ്രിയ തന്നെയാ, ആന്റി ആവില്ല മോളെ. ആന്റിയാ നിങ്ങള്. ഹായ് പ്രേമ ആന്റി. ഹായ് സിഹി മോളെ. എല്ലാരും എത്തിയല്ലോ. ചടങ്ങിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? സീത, തുടങ്ങാം മോളെ.
ശ്രീ ഗുരുഭ്യോ നമഃ ഹരഃ ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരഃ ഓം. ഓം പുരോച്ചരിതം ഗുണവിശേഷണ വിശിഷ്ടായാമസ്യാം സുപതിതോ ശുഭയോഗ ശുഭകരണയുക്തായം യജമാനസ്യ ഗോത്രോദ്ഭവസ്യ അസ്മിൻ ഗോത്ര. പേര് പറയാ. ശ്രീരാം ദേശായി. ശ്രീരാം ദേശായ നാം ദേശീയ. ഓം ശ്രീമഹാഗണപതി ദേവതാ പ്രീത്യർത്ഥം ഓം പരമാനന്ദബോധധ്വാനിമഗ്ധാനജമൂർത്തയെ സാംഘോപാംഗമനം സ്നാനം കൽപ്പയാമി. പ്രസീദ മേ ശുദ്ധോദകേന ഹരിദ്ധാ കുങ്കുമാചൂർണം സമർപ്പയാമി. ഗണാനാഹാന്ത്വ ഗണപതിഗം അവാവഹേ കവിം കവേന. ഓ വാടാ വാടാ എത്തിയോ? വാ വാ വാ. കേറി വാടാ. നീ എന്താ ഗസ്റ്റാണോ? നിന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാലോടാ എനിക്ക്. പോടാ. എന്താ സൂരി, പീച്ച് കളർ കുർത്തേക്ക് ധരിച്ചിട്ട് ബീച്ചിൽ നടക്കുന്ന മോഡലിനെ പോലെ ഉണ്ടല്ലോ. നീ എന്താ ഭഗ്നെ കൂട്ടാന്ത സന്യാസിയെ പോലെ ഇങ്ങ് വന്നത്? അയ്യോ എന്ത് പറയാനാ സൂരി, പത്നിയൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പിരിച്ചുവിടേണ്ടി വന്നു. പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് പോയി, ഞാൻ ഇങ്ങോട്ട് വന്നു. ശ്രീമഹാഗണാധിപതി നമഃ. ഗണപതിയെ നമസ്കരിച്ചോളൂ. യോപാം പുഷ്പം ഭേദ പുഷ്പവാൻ പ്രജാവാഹാൻ പശുമാൻ നപവതി. ചന്ദ്രമാവ ആപം പുഷ്പം പുഷ്പവാൻ പ്രജാവാഹാൻ പശുമാൻ നപവതി. അല്ലടാ അശോക, നീ എന്താ അഞ്ജുവിനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട്? അവളെന്താ ആ ടീമിലേക്ക് പോയി ചേർന്നോ? അല്ല, ഇവിടെ ഒരു ചേട്ടനുള്ള കാര്യം അവൾ മറന്നുപോയെന്ന് തോന്നുന്നു. അതേടാ, എന്ത് ചെയ്യാനാ? അവളിപ്പോ ചേട്ടന്മാരുടെ ടീമിലല്ല, നാത്തൂന്മാരുടെ ടീമിലാ. എന്ത് ചെയ്യാനാ? വലിയ കാര്യമായി പോയി. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? അതേടാ, എല്ലാം ഓക്കെ. നോക്കടാ അശോക, നമ്മുടെ രാമന്റെ കല്യാണം നടക്കുന്നേ. അവന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അഞ്ജലിക്ക് നല്ലൊരു ചെറുക്കനെ നോക്കി കല്യാണം നടത്തണം. ശരി സൂരി, എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഞാൻ വന്നു അപ്പൊ കണക്കിൽ പെടില്ലേ? കണ്ടോ സൂരി, നോക്കി പേടിപ്പിക്കുന്നേ. അതേടാ മഹാപ്രഭു, താങ്കൾ എൻ്റെ വീട് ദർശിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. സംതിങ് ഈസ് റോങ്. അവൾ എൻ്റെയും കൂടെ അനിയത്തിയാണ്. അവളുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നീ അതെന്നോട് പറയുന്നില്ല. നീ അത് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനത് കുത്തി ചോദിക്കാനും വരില്ല. നിനക്കത് എന്നോട് പറയാൻ തോന്നുമ്പോൾ നീ പറഞ്ഞാൽ മതി. എടാ, നിന്നോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ നിന്റെ കല്യാണ ഫംഗ്ഷൻ്റെ ഇടയിൽ നിന്റെ സന്തോഷം കളയാൻ എനിക്ക് താല്പര്യമില്ല. അവളെക്കുറിച്ച് പറഞ്ഞാൽ നീ ഡിസ്റ്റർബ്ഡ് ആവും. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യവും പറയാം. നമുക്കിരുന്ന് ആരാ എന്താ എന്നൊക്കെ നോക്കാം. ആ ശരി ശരി, ആഘോഷിക്കേ. ശോഭാന വെന്നീരേ ശുഭലോലു ശുഭകനികേ ശോഭാന വെണ്ണീക്കനികേ ശോഭാനേ ലക്ഷ്മീ നാരായണ ശരണകേ ശരണം തേ പക്ഷിവാഹന രഘുവേ ശോഭന. ഭാഗ്യം, ഇവിടെ തന്നെ ഉണ്ട്. മാറ്റണോ? വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതെന്താ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ നീ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നേ? അതെ, കല്യാണ വീടായത്. പേടിയൊക്കെ ഉണ്ടാവും. വില കൂടിയ പലതും ഉണ്ടാവും. 4 പാടും കണ്ണുണ്ടായേ പറ്റൂ. അത് ശരിയാ. കള്ളന്മാർക്ക് കൊള്ളന്മാരെ ഭയങ്കര പേടിയാ. നിങ്ങൾ മേടിക്കേ, ഒന്നും മിണ്ടാതെ പോക്കേ. നീ ഒന്ന് തേച്ചു കൊടുക്ക്.
ശോഭാനാവെന്നീതേ ശുഭലോലു ശുഭകനികേ ശോഭാനാവെന്നീകനികേ ശോഭാനേ ലക്ഷ്മീ നാരായണ ശരണകേ ശരണം തേ. സീത, എഴുന്നേക്ക്, പോയി വസ്ത്രമൊക്കെ മാറ്റിട്ട് വാ. കങ്കണം കെട്ടേണ്ട ചടങ്ങ് തുടങ്ങാൻ നോക്കാം. സീതമ്മ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. വാ, കെയർഫുൾ. അഞ്ജു, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നിനക്ക്? ഒന്നുമില്ല ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഫോണും പിടിച്ചോണ്ട് എന്തോ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. ഷുവർ അല്ലേ? ഒന്നുമില്ല ചേച്ചി. ഓക്കെ, ഒരു ഫംഗ്ഷന് വന്നതല്ലേ, എല്ലാം നീ വിട്ടേക്ക്. ആ ഫോണിങ്ങിതാ. ഓക്കെ, റിലാക്സ്. അല്ല, ഇവിടെ വന്ന് എന്താ രണ്ടാൾക്കും പരിപാടി? എല്ലാം വന്ന് പറയണോ? പോയി സീതയെ സഹായിച്ചൂടെ രണ്ടാൾക്കും? അത്ര ചെറിയ ആ സിഹി, അവളും പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ പോയാൽ എന്താ? അമ്മേ, നിങ്ങളുടെ BP ആദ്യം ഒന്ന് കൺട്രോൾ ചെയ്യേ. ഞങ്ങൾ പൊക്കോളാം, കേട്ടല്ലോ? വാ. ഇതിനൊരു കുറവുമില്ല. രാമു ഫ്രണ്ടോ? ഞാൻ സംസാരിക്കാം. അഞ്ജു, എവിടെയാ? ഞാൻ നിന്നെ ഇവിടെ അമ്പലത്തിൽ കാത്തിരിക്കുക. നീ വരില്ലേ? നീ ഇങ്ങോട്ട് വന്നാ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാം. നമുക്ക് ജീവിതം തുടങ്ങാം. പിന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. അഞ്ജു, ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? അഞ്ജു, ഹലോ. ഇവളെന്തിനാ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുന്നേ? ഞാൻ അമ്പലത്തിൽ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണോ? വീഡിയോ കോൾ ചെയ്തിട്ട് ഒന്നും മിണ്ടാതെ എന്തിനാ അവള് കട്ട് ചെയ്ത് കളഞ്ഞത്? മോസ്റ്റ്ലി വരുമെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയൊക്കെ സർക്കസ് കളിച്ചതല്ലേ. അവൾക്ക് എന്റെ താളത്തിന് തുള്ളിയല്ലേ പറ്റൂ. ഇവിടെ വന്നേ പറ്റൂ. എന്തായാലും വരും. രാമ, എന്നെ വേദനിപ്പിച്ചതല്ലേ നീ? നീയും ആ വേദന അനുഭവിക്കണം.
നിന്റെ അനിയത്തി വീട് വിട്ടിറങ്ങിപ്പോയെന്നുള്ള കാര്യം അറിഞ്ഞാ നീ എങ്ങനെ കല്യാണം കഴിക്കും? നോ വേ, നടക്കില്ല. പിന്നെ ഞാനാകും സീതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. ആ അഞ്ജലി വെറും വഴി മാത്രമാ. അവളിങ്ങോട്ട് വരണം. സീതാരാമ കല്യാണം മുടങ്ങണം. അഞ്ജലി കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരണമെങ്കിൽ നീയായിട്ട് ഈ കല്യാണം നിർത്തിവെച്ച് സീതയ്ക്ക് ചെറിയൊരു ടെൻഷൻ കൊടുക്കണം. ഗെയിം ഓവർ. ഹേ രാമ, എന്നെ നീ ജയിലിലേക്ക് പറഞ്ഞയക്കുമല്ലേ? നിനക്ക് ഞാൻ നരകം കാണിച്ചു തരും. അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം. എനിക്കറിയാം. ഹലോ. ഹലോ ഫ്രണ്ട്. സീമോളെ, സീമോളെ എന്തു പറ്റി? ഓളോക്കെ? ബാഡ് അങ്കിളോ? നീ ആ രുദ്രപ്രതാപനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അഞ്ജു ചേച്ചിക്ക് ഫോൺ ചെയ്തിരുന്നു. വാട്ട്? ഞാനാ ഫോൺ എടുത്തത്. അഞ്ജു, നീ എത്ര മണിക്ക് അമ്പലത്തിലേക്ക് വരുമെന്ന് ചോദിച്ചു. അഞ്ജു, നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങാം. അഞ്ജു, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞു. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ വാ അഞ്ജു എന്നൊക്കെ പറഞ്ഞത് ഫ്രണ്ട്. അവൻ വീണ്ടും വരുമോ ഫ്രണ്ട്? എനിക്ക് പേടിയാവുന്നുണ്ട്. അഞ്ജു ചേച്ചിനെ എന്തെങ്കിലും ചെയ്യോ ഫ്രണ്ട്? സീക്കുട്ടാ, ലിസൺ. ആ രുദ്രപ്രതാപനെ നിന്റെ അടുത്തേക്ക് പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഓൾസോ നമ്മുടെ ഫാമിലി അവൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മോള് പേടിക്കണ്ട, ഞാനുണ്ട്. ഞാൻ എല്ലാം നോക്കിയോളാം. ഡോണ്ട് വറി, ഓക്കെ? മോളിപ്പോ ഈ കാര്യം അവിടെ ആരോടും പറയണ്ട കേട്ടോ. എന്താ ഫ്രണ്ട്? എന്താണെന്നോ, എല്ലാവരും ടെൻഷൻ അടിക്കില്ലേ. പ്ലീസ് കീപ് ഇറ്റ് വിത്ത് യു, ഓക്കെ ചക്കരെ? നീ ഇപ്പൊ ഇത് എന്നോട് പറഞ്ഞല്ലേ, ഇത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. യു ആർ സച്ച് എ ബ്രേവ് ഗേൾ. താങ്ക് യു ഫോർ കോളിംഗ് മീ സീക്കുട്ട. നീ ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്. ബൈ. ഓൾസോ ഈ കാര്യം നീ ഇപ്പൊ ആരോടും പറയാൻ പോകണ്ട. ശോഭാനാവെന്നീതേ ശുഭലോലു ശുഭകനികേ ശോഭാനാവെന്നീ കനികേ ശോഭാനേ. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതാണ് ശരി. രാമേട്ടനെ ചെന്ന് കണ്ട് ഇന്ന് കല്യാണം കഴിക്കണ്ട, എല്ലാവരുടെയും സമ്മതത്തോടെ നടത്താന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ടും അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ അതാ ദേവിയുടെ തീരുമാനമാണെന്ന് കരുതി ഞാൻ സ്വീകരിച്ചോളാം.
ദീർഘസുമംഗലീ ഭവ. ചേച്ചി ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലേ, ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ. എടാ ആ എന്തു പറ്റി? എടാ ഒരു സീരിയസ് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ നീ വ്യക്തമായിട്ട് കേൾക്കണം പ്ലീസ്. കൂളാവടാ. എന്താ എന്തു പറ്റി? എടാ അഞ്ജുവിന്റെ കാര്യാടാ. എടാ ലിസൺ. ആ ടെലികോസ് നമുക്ക് അവനെ പിടിച്ചേ പറ്റൂ. നീ ടെൻഷൻ ആവണ്ട, ഞാനല്ലേ കൂടെയുള്ളേ. പ്ലീസ്. എടാ ഐ എം സോറി റാം, ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ല. അഞ്ജു ആരെയോ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എനിക്കപ്പോ ഇതിലെന്തോ കുഴപ്പം തോന്നി. പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നീ ഇപ്പോ കല്യാണത്തിന്റെ തിരക്കിലല്ലേ. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് കരുതി പറഞ്ഞില്ല. പക്ഷേ ആ ചതിയനാർ ആർപി എന്റെ പാപ്പച്ചയെ ബ്രെയിൻ വാഷ് ചെയ്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടെ നിൽക്കുന്നതാ ഞാൻ. എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താന്ന് ഞാൻ അറിഞ്ഞതുപോലുമില്ല. ഞാൻ പ്ലീസ്, ഇതൊന്നും ഇപ്പൊ ആരും അറിയണ്ട. ഞാനുണ്ടല്ലോ, വി വിൽ ഹാൻഡിൽ ഇറ്റ്. ഓക്കെ, ഡോണ്ട് വറി. നീ ഒന്ന് സമാധാനിക്കേ പ്ലീസ്. എടാ പാപ്പച്ചി വരും പാവ, അവൻ അവളെ വിശ്വസിച്ച് കാണും. എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അലേർട്ട് ആവണമായിരുന്നു. അശോക പ്ലീസ്, ഒന്നും സംഭവിച്ചിട്ടില്ല. നീ ടെൻഷൻ ഒന്നും ആവണ്ട. നമുക്ക് സമയമുണ്ട്. ആ ടെലികോസ് നമുക്ക് ഇപ്പൊ തന്നെ പോണം. ശരി ശരി, വാ വാ. ഇനി എന്താ ആലോചിക്കുന്നത്? വാ. മേമ ഹായ്. എങ്ങോട്ടാ പോകുന്നേ? ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേന്ന്? അത് മേമ കങ്കണം കെട്ടിയതിനു ശേഷമല്ലേ പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതെ രാമ, പക്ഷേ ഇത് എന്റെ മേമ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പൊ സമയമേ ഇല്ല. പ്ലീസ്, ഞങ്ങൾ വേഗം പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാം കേട്ടോ. ഓക്കെ പ്ലീസ്. ബൈ 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 ബൈ.